എങ്ങനെയാണ് മാരക വസ്തുവാണെന്ന് അവർ തന്നെ പറയുമ്പോൾ എങ്ങനെ പന്നിപ്പെടുക്കുമാവും? അതാവില്ലല്ലോ. പോലീസ് തന്നെ FIRൽ മാരക സ്ഫോടക വസ്തുവാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും പന്നിപ്പടക്കോ അല്ലെങ്കിൽ കേപ്പോ അല്ലെങ്കിൽ സോലപ്പടക്കോ ആവില്ല. യഥാർത്ഥ ചിത്രം എന്താണെന്ന് ജനമധ്യത്തിൽ കൊണ്ടുവരും ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. 100% അതിനെതിരെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ സമരം ചെയ്തതാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ SP-ക്കും പരാതി കൊടുക്കും. അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. BJP-ക്കാർ പറയുന്നത് CPM-ഉം കോൺഗ്രസും കൂടി അവരുടെ തലയിലേക്ക് കെട്ടിവെക്കാനാണ് ഈ ബോംബ് സ്ഫോടനം നോക്കുന്നത്. BJP-ക്കാർ പറയട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. എന്നാൽ BJP-ക്കാർ അവരുടെ സ്കൂളാണല്ലോ, അവർ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് BJP-ക്കാർ അങ്ങനെ ഇത് തടയൂരാൻ പറ്റില്ല. അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂള്, അവിടെ RSS ശാഖ നടത്തുന്ന സ്കൂള്, അവിടുത്തെ ഞാനിപ്പോഴും ആരും താങ്ങുകയല്ല. ഞങ്ങളൊന്നും അവിടെ ബൂത്തിൽ പോലും ഇരിക്കാൻ അനുവദിക്കാത്ത ഒരു സ്കൂൾ. CPM-നോ കോൺഗ്രസിനോ അവിടെ ബൂത്തിൽ പോലും ഇരിക്കാൻ അയക്കില്ല. അപ്പോൾ അവർക്ക് മോണോപോളിയിൽ വളരെ കുത്തകയായിട്ടുള്ള സ്കൂളിൽ അവരതുകൊണ്ടാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, ഒരു ബോംബ് സംസ്കാരം ഇല്ലാത്തൊരു ജില്ലയാണ്. ഇപ്പോൾ അവിടെ കലാപം ഉണ്ടാക്കാൻ BJP-ക്കാർ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ മുന്നിൽ കണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംശയമുണ്ട്. കാരണം അത് ഈ കലക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നു, കണ്ടുപിടിക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഇപ്പോൾ സുരേഷ് ബാബു പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഞാൻ ചോദിട്ടെ, അദ്ദേഹം പത്രസമ്മേളനം സമരമല്ല നടത്തേണ്ടത്, അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരേണ്ട ബാധ്യത ഈ കേരളം ഭരിക്കുന്നവർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം പറയും, ഇവർ രണ്ടുപേരും തമ്മിൽ ഒത്തുകളിയായിരിക്കും. ചിലപ്പോൾ അവരെ സമ്മർദ്ദം ചെയ്ത് ഇത്രയൊക്കെ പോയാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കേരള ഗവൺമെൻറ്റും അത് മുൻകൈ എടുത്തിട്ട് മുഖ്യമന്ത്രി ആണ് ഹോം മിനിസ്റ്റർ. അദ്ദേഹം മുൻകൈ എടുത്ത് എത്രയും വേഗം ഇതിൻ്റെ എന്താണ് കാരണം, ആരാണ് പ്രതി കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നാണ്. പ്രസിഡന്റ്, ഈ പോലീസ് പറയുന്നത് ഒരു നിസ്സാര പന്നിപ്പടക്കമാണ്, മാത്രമല്ല നായ വല്ലതും കടിച്ചുകൊണ്ടെന്നിട്ട് എങ്ങനെയാണ് മാരക വസ്തുവാണെന്ന് അവർ തന്നെ പറയുമ്പോൾ എങ്ങനെ പന്നിപ്പടക്കമാവും? അതാവില്ലല്ലോ. പോലീസ് തന്നെ FIRൽ മാരക സ്ഫോടക വസ്തുവാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും പന്നിപ്പടക്കോ അല്ലെങ്കിൽ കേപ്പോ അല്ലെങ്കിൽ സോലപ്പടക്കോ ആവില്ല. എന്നാവട്ടെ, ആരാ കൊണ്ടുവന്ന് വരട്ടെ, അതെന്താ കാരണം കാണട്ടെ. നായ കൊണ്ടുവന്നു എലി കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറയില്ലല്ലോ, നായാലില്ല പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല, എന്ത് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വളരെ നിസ്സാരമായി കാണരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളാണ്. ഇപ്പോഴും ആ സ്കൂൾ അയക്കുന്ന രക്ഷിതാക്കൾ ഭയത്തിലാണ്. എങ്ങനെ കുട്ടികളെ വിശ്വസിച്ച് ഇങ്ങനെയുള്ള സ്കൂൾ അയക്കും? അവിടെ മാത്രമല്ല, മറ്റെവിടെയും സംഭവിക്കാമല്ലോ. ആ രക്ഷിതാക്കൾ ഭയത്തിലാണ്, കുട്ടികൾ ഭയത്തിലാണ്. അതാ ഗൗരവമായി കണക്കാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിജസ്ഥിതി കണ്ടുപിടിച്ച് ഇതിൻ്റെ പ്രതികൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം, എന്നാലേ ഭയാശങ്ക മാറുകയുള്ളൂ. അന്വേഷിക്കേണ്ട ആരാ? പോലീസ് അന്വേഷിക്കേണ്ടത്. അതിൻ്റെ തലവനാരാ? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇടപെടണം. മുഖ്യമന്ത്രി അതാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ SP കൊടുക്കേണ്ടത് നല്ല SP ആണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അധികാരം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ്റോ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചാൽ നിർത്തിയൊന്നുമില്ല. പക്ഷേ 100% അദ്ദേഹത്തിന് നാളെ കണ്ട് പരാതി കൊടുക്കും. അല്ല, അത് ആ മാനേജ്മെൻറ്റ് പറഞ്ഞ BJP മാനേജ്മെൻറ്റാണ്, RSS മാനേജ്മെൻറ്റാണ്. ഗവൺമെൻറ് പറഞ്ഞ കേരളം ഭരിക്കുന്നത് LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് 6 ദിവസം കഴിഞ്ഞിട്ടും മാരകമായ സ്ഫോടക വസ്തുവാണ് പറയുന്ന ഈ പോലീസുകാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യണ്ടേ, പിടിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ദിവസം കഴിയെ നമുക്ക് സംശയം വരുന്നത് ഇവർ തമ്മിൽ ഒത്തുകളിയാണോ എന്ന്. ആവണല്ലോ. ഗവൺമെൻറ് LDF-ൻ്റെയാണ്, ആ സ്കൂള് RSS-ൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിവസം കഴിഞ്ഞു പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗൗരവമാണ്. കുട്ടികൾ ആശങ്കയിലാണ്, ഭയാശങ്കയിലാണ്, രക്ഷിതാക്കൾ ഭയാശങ്കയിലാണ്.